നമ്മൾ ആദ്യം തന്നെ പറയാൻ പോകുന്നത് ഒരു സംഗമത്തിൻ്റെ ഒരു ഒത്തുചേരലിൻ്റെ വിശേഷമാണ് കേട്ടോ. ഈ ആരൊക്കെയാണ് ഒത്തുചേർന്നത് എന്നതിലാണ് ഒരു പ്രത്യേകതയുള്ളത്. കേരളത്തിലെ കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായവരും കരൾ നൽകിയവരുമാണ് ഒരു കുടക്കീഴിൽ ഒത്തുചേർന്നത്. ലിവർ ഫൗണ്ടേഷൻ ഓഫ് കേരളയുടെ നേതൃത്വത്തിലാണ് സ്നേഹ സംഗമം സംഘടിപ്പിച്ചത്. പുതുജീവിതത്തിലേക്ക് തിരിച്ചെത്തിയവർക്ക് കരുത്തും ആത്മവിശ്വാസവുമാണ് കൂട്ടായ്മയിലൂടെ കൈവരിക്കാനായത്. ഞാനാ കൊടുത്തത്. കേരളത്തിലെ ഏറ്റവും വെയിറ്റ് കുറഞ്ഞ ഇപ്പം ഹെൽത്ത് എല്ലാം ഓക്കെ ആയി. ഇപ്പം ആള് അടിപൊളിയാണ്. വൈഫിൻ്റെ അമ്മയാണ്, കുട്ടിയുടെ അമ്മാമ്മയാണ് പകുത്ത് നൽകിയത്. ജനറ്റിക് പ്രോബ്ലം ആണ്. 2 വയസ്സായപ്പോഴാണ് അറിയാൻ പറ്റിയത്. അതുവരെ വേറെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. 2 വയസ്സായപ്പോൾ കിഡ്നിയിൽ സ്റ്റോൺ ആയിട്ടാണ് അറിയുന്നത്. അങ്ങനെ ബാക്കി മുന്നോട്ടുള്ള ടെസ്റ്റുകളിലാണ് അറിഞ്ഞത് ലിവർ മാറ്റി വയ്ക്കണമെന്ന്. 9 മാസം മാത്രം പ്രായമുള്ള കാശിക്ക് അച്ഛനാണ് കരൾ നൽകിയത്. ഇപ്പോൾ 2 വയസ്സ് പിന്നിട്ടു. 4 വയസ്സുള്ള മകൾ സാധിക അമ്മയിൽ നിന്ന് തൻ്റെ 2ാം വയസ്സിൽ കരൾ പകുത്തെടുത്തു. ഇങ്ങനെ ഒരു ചങ്ങല പോലെ നീളുന്ന ഒരുപാട് പേർ. ഇവരെയെല്ലാം ഒരു കുടക്കീഴിൽ ചേർത്ത് പിടിക്കുകയാണ് ലിവർ ഫൗണ്ടേഷൻ ഓഫ് കേരള. ഒരു പുതിയ മെമ്പറൂടെ വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അങ്ങനത്തെ ഒരു സംഘടന, സാധാരണ സംഘടനകൾ ആൾക്കാർ വരണമെന്ന് പറയും. ഞങ്ങൾക്കത് ആഗ്രഹമില്ല, വരരുതേ എന്നുള്ളതാണ്. ഞങ്ങൾ കേരള സർക്കാരിനോട് ആവശ്യപ്പെടാൻ പോകുന്ന അടുത്ത കാര്യം നമ്മളുടെ അവയവദാനത്തിനെക്കുറിച്ചുള്ള ബോധവൽക്കരണത്തിലുള്ള കാര്യങ്ങൾ പാഠ്യവിഷയമാക്കണം എന്നുള്ളതാണ്. ഇവർ സംഘടിച്ച് ശക്തരാവുക എന്നതിനേക്കാൾ കരൾ മാറ്റിവെക്കലുമായി ബന്ധപ്പെട്ട് ഇനി അങ്ങോട്ട് ആശുപത്രികളിൽ കിടക്കാൻ പോകുന്നു, അത് അനുഭവിക്കാൻ പോകുന്ന ഒത്തിരി പേർക്ക് ഇവരുടെ സഹായ ഹസ്തങ്ങൾ എത്തുന്നുണ്ട്. ഞാൻ ഫണ്ട് മാത്രമല്ല, ഫിസിക്കൽ പ്രസൻസ്, ചിലപ്പോൾ ഒരു വാക്കായിരിക്കാം, ഒരു ആശുപത്രിയിലേക്കുള്ളൊരു വിളിയായിരിക്കാം, അതൊക്കെ നടക്കുന്നുണ്ടെന്നുള്ളതാണ് ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യം. ഒരുപാട് സഹകരണത്തിലാണ് ഈ ഒരു സംഘടന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ എല്ലാവർക്കും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഈ സംഘടനയ്ക്ക് സാധിക്കട്ടെ, രോഗികൾക്ക് ആശ്വാസവും ഒക്കെ ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. മദ്യപിച്ച് ഉണ്ടാകുന്ന രോഗമാണെന്നാണ് എൻ്റെയും ഒരു ധാരണ ഉണ്ടായിരുന്നത്. എന്നാൽ ഈ ഇങ്ങനെയല്ല എന്ന് എൻ്റെ രോഗത്തിലൂടെ എനിക്ക് മനസ്സിലായി. ഹെപ്പറ്റൈറ്റിസ് B and C ആണ് എൻ്റെ രോഗത്തിൻ്റെ കാരണം. ലിവർ നൽകിയ ആരാണെന്ന് അറിയത്തില്ല എങ്കിലും അദ്ദേഹം ഒരു 6 പേർക്ക് ആ കുടുംബം അവയവങ്ങൾ നൽകി. ഒരു 6 പേർക്ക് പുതിയ ജീവൻ നൽകിയാണ്. എന്നിലൂടെ വേറൊരാൾ ജീവിക്കുന്നുണ്ട്. ഈ ഒരു സന്ദേശമാണ് ആത്മതാളത്തിലൂടെയൊക്കെ ലിവർ ഫൗണ്ടേഷൻ ഓഫ് കേരള സമൂഹത്തിന് നൽകുന്നത്. 2010 ജൂൺ 5-നായിരുന്നു എൻ്റെ സർജറി. എൻ്റെ ബ്രദറാണ് തന്നത്. ഷംനാഥ് എന്നാണ് പേര്. എങ്ങനെ സർജറി ചെയ്യും, എങ്ങനെയാണ് പിന്നീടുള്ള ജീവിതം, അതൊന്നും ആർക്കും അന്ന് അറിയത്തില്ലായിരുന്നു. നമ്മുടെ ലിഫോക്ക്, നമ്മളുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് നമ്മളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്നത് എപ്പോഴും. ഒരു കുഴപ്പമില്ല. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നല്ല ഓക്കെയാണ്. എല്ലാ സ്ഥലത്തും എത്തും. ഇപ്പോൾ സേവനം ചെയ്യാം. ഭയമൊക്കെ ആയിരുന്നു. ഒരു സർജറി കഴിഞ്ഞപ്പോൾ ഭയങ്കര ദൈവാനുഗ്രഹം കൊണ്ട് ഭയങ്കര പോസിറ്റീവായി. ഒരു വൈഫായിരുന്നു. പുതിയൊരു സുഹൃത്ത് ബന്ധമാണ് ഇപ്പോൾ. എന്നെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ ദൈവം വളരെ കരുത്തനാക്കി. രോഗികൾക്ക് അങ്ങനെ മോട്ടിവേഷൻ കൊടുക്കാന്നുള്ളതാണ് മാത്രമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും ഒരു രോഗികൾ തന്നെയെങ്കിലും ബന്ധപ്പെടും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ട്. പരസ്പരം കരൾ പങ്കിട്ടവരുടെ കൂട്ടായ്മയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. പരസ്പരം ഹൃദയം കൊണ്ട് സംസാരിക്കുന്ന ആളുകളെ, അവർക്ക് നമുക്കൊരു ഹൃദയാഭിവാദ്യം നേരാം. വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. ശ്യാം പ്രസാദ് ഉത്തമൻ തന്നെ നമുക്കൊപ്പം ചേർന്നുണ്ട്. ശ്യാം, ഈ ഒരു സംഗമം, ഈ ലിവർ ഫൗണ്ടേഷൻ ഓഫ് കേരള ഒരു സംഘടന, അവർ ഈ നടത്തിയ ഈ ഒരു ഒത്തുചേരലൊക്കെ ഒരു ഓർമ്മപ്പെടുത്തലാണ് അല്ലേ? മനുഷ്യനെ ചേർത്ത് നിർത്താൻ മനുഷ്യനുണ്ട് എന്നൊരു ഓർമ്മപ്പെടുത്തൽ. അതോടൊപ്പം തന്നെ അവയവദാനത്തിൻ്റെ പ്രാധാന്യം എത്രത്തോളമാണ് എന്നത് മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുക കൂടിയാണ്. നമ്മുടെ മനുഷ്യജന്മത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സത്കർമ്മം എന്നൊക്കെ പറയുന്നത് അവയവദാനമാണ്. അത്തരത്തിൽ അവയവദാനം നൽകിക്കഴിഞ്ഞാൽ അതിലൂടെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെ ജീവിക്കുന്ന ഒരുപറ്റം ആളുകളാണ് ലിവർ ഫൗണ്ടേഷൻ ഓഫ് കേരള, അതായത് ലിഫോക്ക് എന്ന സംഘടനയിലൂടെ ഇന്ന് ഒരു കുടുംബ സംഗമം നടത്തിയത്. അതിൽ കരൾ മാറ്റിവെച്ചവരും കൊടുത്തവരും ഒക്കെയുണ്ട്. ഇതിൻ്റെ ഭാഗമാണ്. പിന്നീടുള്ള അവരുടെ ജീവിതം
മരുന്നുകളും മറ്റുമൊക്കെയായിട്ട് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതിനിടയിൽ അവർക്ക് കിട്ടുന്ന സന്തോഷം, അവർക്ക് കിട്ടുന്ന ആ ഒരു ആനന്ദം, ഇതൊക്കെ പങ്കുവെക്കുവാനും മറ്റുമൊക്കെ ഒരു കൂട്ടായ്മയായിട്ടാണ് ഈ ലിഫോക്ക് നിലനിൽക്കുന്നത്. ലിഫോക്കിൻ്റെ തന്നെ പ്രധാനപ്പെട്ട ആളുകൾ പങ്കുവച്ചൊരു കാര്യമുണ്ട്. അതായത് ഈ അവയവദാനത്തെക്കുറിച്ചും അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതചര്യയെക്കുറിച്ചുമൊക്കെ കൃത്യമായ രീതിയിലൊരു അത് വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാക്കിയെങ്കിൽ മാത്രമേ അത് മുന്നോട്ട് ഇത്തരത്തിൽ ഈ സംഘടനയിലേക്ക് അംഗങ്ങളാകാൻ ആരും വരരുതേ എന്ന് ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾ, അതായത് ഒരിക്കൽ പോലും അവർ ആഗ്രഹിക്കുന്നില്ല ഈ സംഘടനയിലേക്ക് ആരും അംഗങ്ങളാകരുതേ എന്ന്. പക്ഷേ എന്ത് ചെയ്യാം, ദൗർഭാഗ്യകരമായ സാഹചര്യം കൊണ്ട് ഇതിലേക്ക് വരുന്നു, അവരെ ചേർത്ത് പിടിക്കുന്നു. അങ്ങനെ ചേർത്ത് പിടിക്കുന്ന ഒരു വലിയൊരു സംഘടനയാണ്, ആ സംഘടനയുടെ ഒരു കുടുംബ സംഗമമാണ് നാം. തീർച്ചയായും ഈ സംഘടനയ്ക്ക് വലിയൊരു കയ്യടി കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യം, അവയവദാനം എത്രത്തോളം പ്രാധാന്യമാണ് എന്നത് എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു പ്രതീക്ഷയാണല്ലോ, മനുഷ്യനെ ചേർത്ത് നിർത്തും, മനുഷ്യനൊപ്പം ഉണ്ടാകും എന്ന ഒരു